ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذنا الله وإياكم من النار ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മൾ ഒറ്റപ്പെടുന്ന രഹസ്യ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ്, ആ ഹദീസിൽ ഇസ്ലാമിന്റെ വിലപ്പെട്ട ഒരു അടിസ്ഥാനപരമായ വിഷയം നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ അൻ അശുക്ക ഉമ്മത്തി ല അമർതുഹും ബിസ്സിവാക് മഅ കുല്ലി സ്വലാത്തിൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ഉമ്മത്തിന് ഒരു പ്രയാസമില്ലായിരുന്നെങ്കിൽ എല്ലാ നിസ്കാരത്തിന്റെ വേളയിലും ദന്തശുദ്ധി വരുത്താൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. ഇസ്ലാമിന്റെ വലിയൊരു അടിസ്ഥാന ഖാഇദയാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അഥവാ പ്രയാസം ഉണ്ടായിത്തീരുക എന്നത് ഇസ്ലാം ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം നമുക്ക് പ്രയാസമായി തീരുന്നു എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. ഒരിക്കലും ഇസ്ലാമിന്റെ ഒരു നിയമവും നമുക്ക് പ്രയാസമല്ല എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ ഏതൊരു നിയമം നമ്മൾ നോക്കിയാലും മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്ന പരിഹാരങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാമിന്റെ ഇന്നിപ്പോ ഇസ്ലാം വന്നിട്ട് 14 നൂറ്റാണ്ടായി. ഈ നൂറ്റാണ്ട് കാലയളവിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇസ്ലാമിന്റെ ഇന്ന നിയമം അത് ശരിയല്ല, ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല, മനുഷ്യന്റെ പ്രകൃതിക്ക് യോജിച്ചതല്ല, മനുഷ്യന്റെ ബുദ്ധിക്ക് അംഗീകരിക്കാവുന്നതല്ല എന്നൊരിക്കലും തെളിയിക്കാൻ എത്ര തന്നെ വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിന്റെ നിയമങ്ങളാണെന്നുള്ളത്. അള്ളാഹുവിന്റെ നിയമങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. മറ്റ് ഏതെല്ലാം തരത്തിലുള്ള തത്വചിന്തകൾ നമ്മൾ കൊണ്ടുവന്നാലും അതൊന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരിഹാരമായി തീരില്ല എന്നത് തന്നെ നമ്മുടെ ദുനിയാവിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ ശരീഅത്ത് എവിടെയാണോ നമ്മൾ നടപ്പിലാക്കുന്നത് അവിടെ സുഖസുന്ദരമായി നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിലെ നിയമങ്ങൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുള്ളത് 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇല്ലെങ്കിൽ ആ 3 കാര്യങ്ങൾ ഇസ്ലാമിൽ അല്ലാഹു അങ്ങനെ ഒരു കാര്യം നമുക്ക് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഏതു സമയം വേണമെങ്കിലും നമുക്ക് ഇസ്ലാം വിട്ട് നമ്മൾ പോകുമായിരുന്നു. ആ 3 കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. അതിൽ ഒന്നാമത്തെ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശരീഅത്ത് ഇസ്ലാമിൽ നിയമമാക്കുന്നുണ്ടെങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള വലിയൊരു കാര്യമാണ് ഹറജ് ഇല്ലാതിരിക്കുക എന്നുള്ളത്. ഹറജ് എന്ന് പറഞ്ഞാൽ പ്രയാസം, ഉടുസത, ഇടങ്ങേറ്, ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇസ്ലാമിന്റെ ഏതൊരു നിയമങ്ങൾ നമ്മൾ നോക്കിയാലും ഒരിക്കലും ഈ നിയമം അത് മനുഷ്യ ജീവിതത്തിന് പ്രയാസകരമാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ എളുപ്പമാക്കി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. ജാഹിലിയത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പേറിക്കൊണ്ടിരുന്ന ഭാരങ്ങളെയും വിലങ്ങുകളെയും പൂട്ടുകളെയും പ്രയാസങ്ങളെയും എല്ലാം ഇറക്കി വെച്ച വ്യക്തിയാണ് റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ അവർ വാദിക്കുന്നത് ഞങ്ങൾ ഇബ്രാഹിം മില്ലത്താണെന്നാണ്. ആ ഇബ്രാഹിം മില്ലത്താണെന്ന് പറയുന്ന അവർക്ക് ആരാധനാ കർമ്മങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹജ്ജ് ഉണ്ടായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക്. അതുപോലെയുള്ള ചില ആരാധനാ കർമ്മങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ആരാധനാ കർമ്മങ്ങളിൽ പലതിലും അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇസ്ലാം വന്നതോടുകൂടി അവർക്കുണ്ടായിരുന്ന ഭാരങ്ങളെ ഇറക്കി വെച്ചു. ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ തത്വീഖ് ചെയ്തു കൊടുത്തപ്പോൾ, അത് അപ്ലൈ ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് മുൻപ് ഉണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും ഭാരങ്ങളുമാണ് ഇറക്കി വെക്കാൻ സാധിച്ചത്. നമുക്കറിയാം, ജാഹിലിയത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ എവിടെ അതിനെ കൊന്നു കുഴിച്ചു കൂടണം എന്നായിരുന്നു അവരുടെ ആലോചന. ഒരു പ്രത്യേകതരം ജീവിതം, സ്വസ്ഥതയില്ല, സമാധാനമില്ല, ശാന്തിയില്ല, അങ്ങനത്തെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആ മുശ്രിക്കുകൾക്ക് ഇസ്ലാം എന്ന ഏറ്റവും സുന്ദരമായ മനോഹരമായ ശരീഅത്ത് അല്ലാഹു നൽകിയപ്പോൾ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അവർക്ക് ഇറക്കി വെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമസ്കാരം പലപ്പോഴും നമുക്കൊരു ഭാരമായി തോന്നുന്നുണ്ട്. പക്ഷെ നമസ്കാരം എന്നത് ഭാരങ്ങളെ ഇറക്കി വെക്കാനുള്ള ഒരു ഇബാദത്താണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസബ അംറുൻ ഫസല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു ബേജാറ് വന്നു കഴിഞ്ഞാൽ വേഗം നിസ്കരിക്കുന്നുള്ളതാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറും എല്ലാം പരിഹരിച്ചു കൊടുത്തത് ഇസ്ലാമിന്റെ ശരീഅത്തുകളായിരുന്നു. ഇസ്ലാമിന്റെ ശരീഅത്തുകളാണ്. ആ ശരീഅത്തുകൾ അതായിരുന്നു മുസ്ലിം ലോകത്തിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ഇന്നും ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ, സമുദായത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇസ്ലാമിക ശരീഅത്താണ്. അപ്പോ ഇങ്ങനെയുള്ള ഹറജ്, ഒരു ബുദ്ധിമുട്ട്, പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി എന്നതിന്റെ കാരണം നമ്മൾ പരിശോധിച്ചാൽ 2 എണ്ണമാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ശരീരത്തിൽ പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല, സുന്ദരമായി മനോഹരമായി നമുക്ക് ഇതെല്ലാം അനുഷ്ഠിക്കാൻ കഴിയും എന്നതിന്റെ ഒന്നാമത്തെ കാരണം ദീൻ അല്ലാഹു എളുപ്പമാക്കി തന്നുള്ളതാണ്. ഈ ദീൻ എളുപ്പമാണ്. ഈ ദീൻ എളുപ്പമാണ്. യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ വലാ യുരീദു ബികുമുൽ ഉസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നേക്കാണ്. അല്ലാഹു പ്രയാസത്തെ ആഗ്രഹിക്കുന്നില്ല, അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ദീൻ എളുപ്പമാണ്. നമ്മുടെ ദീൻ എളുപ്പമാണ്. മുൻകാലത്തെ സമുദായങ്ങളുടെ മതം പോലെയല്ല, ശരീഅത്ത് പോലെയല്ല ഈ ഉമ്മത്തിന്റെ അവസ്ഥ. നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി വെള്ളം കിട്ടിയില്ലെങ്കിൽ
എന്താ പരിഹാരം? തയമ്മും ചെയ്യാം. അത് മുൻകാലക്കാർക്ക് ഉണ്ടായിരുന്നില്ല. മുൻകാല സമുദായങ്ങൾക്ക് നിസ്കാരം ഉണ്ടായിരുന്നില്ല. ശരീരത്തിന്റെ അല്പസ്വല്പ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ തയമ്മും ചെയ്യാൻ അവർക്ക് അങ്ങനെ നിയമമില്ല അവരുടെ ശരീരത്തിൽ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന് മാത്രം, എനിക്ക് മാത്രം പ്രത്യേകമായി കിട്ടിയിട്ടുള്ളതാണ് തയമ്മും ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ കഴുത്തിൽ വാള് വെച്ച് ജയ് ശ്രീരാം എന്ന് വിളിക്കാൻ പറഞ്ഞാൽ ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മത്തിന് ഇളവുണ്ട്. വേണമെങ്കിൽ ജയ ശ്രീരാം വിളിക്കാം, പക്ഷെ മനസ്സ് ഈമാനിലായിരിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നൊരു ഇളവാണ്. മുൻകാലക്കാർക്ക് ഉണ്ടായിരുന്നില്ല. മുൻകാലക്കാരുടെ കഴുത്തിൽ വാള് വെച്ച് കഴിഞ്ഞാൽ, അവിശ്വാസത്തിന്റെ വാക്കുച്ചരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചരിക്കുകയല്ലാതെ മറ്റൊരു യാതൊരു നിവൃത്തി ഉണ്ടാവില്ല. ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ അവരെ കൊന്നുകളയും. അവർക്ക് ഇളവുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഉമ്മത്തിന് ഇളവുണ്ട്. പക്ഷെ മനസ്സെവിടെയായിരിക്കണം? ഈമാനിലായിരിക്കണം. അത് റസൂലത്ത് നൽകിയിട്ടുള്ള ഒരു എളുപ്പമാണ്, ഒരു ഇളവാണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ലഘൂകരണവും ഇളവുകളുമാണ്. ഇത് എല്ലാവർക്കും ഉള്ളതല്ല. ഇസ്ലാമിൽ ചില ആളുകൾക്ക് ചില സന്ദർഭങ്ങളിൽ ചില ഇളവുകൾ, ചില ലഘൂകരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, ഈ രണ്ട് കാര്യങ്ങളും ഇസ്ലാമിൽ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് എന്നും ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു വെറുപ്പാണ്? അതിന്റെ ഒരു കാരണം ആരെന്നറിയാമോ? നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ ഇസ്ലാമിനെ മറ്റൊരു രൂപത്തിൽ ചിത്രീകരിച്ച് കാണിച്ചു കൊടുക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, അത് പ്രയാസമുള്ളതാണ്, അത് പ്രയാസമുള്ള മതമാണ്, ചിരിക്കാൻ പാടില്ല, നിങ്ങൾ നോക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് അവസാനം ഈ മതത്തെ നമ്മൾ കുടിസാക്കി കളഞ്ഞ മതത്തെ, അള്ളാഹു എളുപ്പമാക്കിയ മതത്തെ ആരാണോ കുടിസാക്കുന്നത്, അള്ളാഹു അവനെ കുടിസാക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ദീന യുസ്റുൻ, ഈ ദീൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണെന്ന്. വളരെ എളുപ്പമാണ്. ആരാണോ ഈ ദീനിൽ തീവ്രത കാണിക്കുന്നത്, ഈ ദീനിൽ ആരാണ് ഷിദ്ദത്ത് കാണിക്കുന്നത്, പ്രയാസമുണ്ടാക്കുന്നത്, അവൻ നശിക്കാതിരിക്കുകയില്ല, അവൻ പരാജയപ്പെടുന്ന. ഇസ്ലാമിന് വളരെ അടിസ്ഥാനപരമായ വിഷയം. നമുക്ക് എത്ര സുന്ദരമായിട്ട് നമ്മൾ ദീൻ മറ്റുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാമോ? ഇത്രക്കും ലഘൂകരണവും അതുപോലെ തന്നെ എളുപ്പമുള്ള ഇളവുകളുള്ള മറ്റൊരു മതം നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അതിലൊന്നാണ്, ഇപ്പൊ രോഗിയായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? സാധാരണക്കാരൻ നിസ്കരിക്കുന്നത് പോലെയാണോ രോഗിക്ക് അള്ളാഹു നിയമമാക്കിയിട്ടുള്ളത്? അല്ല. അപ്പൊ അള്ളാഹുവിന്റെ നിയമങ്ങൾ, അള്ളാഹു ഒരു കാര്യം ശാസിക്കുന്നുണ്ടെങ്കിൽ ഓരോ മനുഷ്യന്റെയും സാഹചര്യവും സന്ദർഭങ്ങളും നോക്കിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കുന്നത്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അപ്പൊ രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇളവുകളാണ് നൽകിയിട്ടുള്ളത്. ഇപ്പൊ രോഗിയുടെ നിസ്കാരം നോക്കുകയാണെങ്കിൽ, രോഗം എന്ന് പറഞ്ഞാല് ശരീരം മുഴുവൻ തന്നെ വേദന ഉണ്ടാകണമെന്നില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന ഉണ്ടായിരുന്നാലും രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗിക്കും നിസ്കാരം ഒഴിവാക്കാൻ യാതൊരു ഇളവില്ല എന്നൊരു ഇസ്ലാമില്ല. നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. രോഗമാണെങ്കിലും പരമാവധി നിന്ന് നിസ്കരിക്കാനാണ് എല്ലാവരോടും ഇസ്ലാം പറയുന്നത്. സല്ലി ഖായിമൻ, റസൂലുള്ളാഹി പറഞ്ഞതാണ്, നിർബന്ധമായി നിന്ന് നിസ്കരിക്കണം. ഇതാണ് അടിസ്ഥാനപരമായ വിഷയം. എന്നാൽ ആ നിൽക്കുന്ന രൂപത്തിൽ ആർക്കെങ്കിലും ഒരു പ്രയാസമുണ്ട് നിൽക്കാനെങ്കിൽ, ആ നിൽക്കുന്ന ആ ഒരു രൂപം അല്പം സ്വല്പം ഒരു വ്യത്യാസപ്പെടുത്താം. വേണമെങ്കിൽ മതിലുണ്ടെങ്കിൽ മതിലിൽ ചാരി അല്പം നിസ്കരിക്കാം, ഒരു തൂണുണ്ടെങ്കിൽ തൂണിൽ ചാരി നിസ്കരിക്കാം. അപ്പോഴും അയാൾ നിൽക്കുന്നവനെ പോലെയാണെന്നാണ്. നിൽക്കുന്നവന്റെ ഹുക്കുമാണ് അയാൾക്കുള്ളത്, ഇരിക്കുന്നവനെ പോലെയല്ല. ഇപ്പൊ നടുവിന് അല്പം പ്രയാസമുണ്ട്, അയാളുടെ നടു അല്പം ഒന്ന് കുനിച്ചിട്ടാണെങ്കിലും അയാൾക്ക് നിസ്കരിക്കാം. എന്നാലും അയാൾ നിൽക്കുന്നവനെ പോലെയാണെന്നാണ്. ആലോചിക്കണം, എത്ര ഇളവാണ്. ഇനി അതൊന്നും സാധിച്ചില്ല, അയാൾക്ക് ചാരി നിൽക്കാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ
ഇസ്ലാം പറഞ്ഞു ഫഇല്ലം തസ്തതി ഫഖായിദൻ, ഒരു ഇരുന്ന് നിസ്കരിക്കട്ടെ, ഒരത് കഴിഞ്ഞില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കട്ടെ. ഇനി അതും നടന്നില്ലെങ്കിലോ അലാ ജൻബി, അവൻ കിടന്നുകൊണ്ട് നിസ്കരിക്കട്ടെ എന്നാണ്. കിടന്നുകൊണ്ട് നിസ്കരിക്കട്ടെ. നമ്മളൊന്ന് ആലോചിക്കണം, ഇവിടെ എവിടെയും കിടന്നാണെങ്കിൽ നിസ്കാരം കൊണ്ടോ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അപ്പൊ നിസ്കാരം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ പോലും ആ ഇബാദത്തിനൊരു മുടക്കം വരുത്തിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ അവർക്ക് ഇളവുകൾ നൽകി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും എത്ര വലിയ അസുഖമാണെങ്കിലും നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഒരവസ്ഥ ഇല്ല എന്നുള്ളതാണ്. ഏതുവരെ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞു, ബുദ്ധി, നമ്മുടെ ബുദ്ധി നീങ്ങിയിട്ടില്ല, ഓർമ്മയുണ്ട് എങ്കിൽ നിസ്കാരം നിർബന്ധം. അത് ഐശ്വര്യന്റെ അകത്താണ് നിസ്കാരം നിർബന്ധം. ഇപ്പൊ പല ആളുകളും ചോദിക്കാനുള്ള വിഷയമാണ് ഐശ്വര്യന്റെ അകത്താണ് എങ്ങനെ നിസ്കരിക്കാന്നുള്ളതാണ്. ഐശ്വര്യന്റെ അകത്താണെങ്കിലും നിസ്കരിക്കൽ, സമയമായി കഴിഞ്ഞാൽ നിസ്കരിക്കൽ നിർബന്ധമാണ്. പക്ഷേ എങ്ങനെയാണോ നിസ്കരിക്കാൻ സാധിക്കുന്നത് അതുപോലെ നിസ്കരിക്കാൻ ഓർമ്മ ഉണ്ടായാൽ മതി. നീയത്ത് മനസ്സിൽ വെക്കണം. എങ്കിൽ അയാളുടെ കൈയും കാലൊന്നും ചലിക്കുന്നില്ലെങ്കിൽ ആ കിടന്ന അവസ്ഥയിൽ അയാൾക്ക് നിസ്കരിക്കാന്നുള്ളതാണ്. തല അനങ്ങുന്നില്ല, വേണ്ട. ഇസ്ലാം പറയുന്നു കണ്ണനക്കിക്കൊണ്ട് നിസ്കരിക്കാൻ. കണ്ണനക്കിക്കൊണ്ട് ചുണ്ടനങ്ങുന്നില്ല, പ്രാർത്ഥനകൾ ഉരുവിടാൻ സാധിക്കുന്നില്ല, വേണ്ട. മനസ്സിൽ പറഞ്ഞാൽ മതി എന്നാണ്. ഇപ്പോ എത്ര സുന്ദരമായ മതമുണ്ട്, എത്ര എളുപ്പമുള്ള കാര്യമാണ്. അപ്പോഴും എന്തല്ല, ആ നിസ്കാരത്തെ മാറ്റിവെക്കാൻ ഒരു ഓപ്ഷൻ നമുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള ഇളവുകൾ, ആ ഇളവുകളെ നമ്മൾ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യം നല്ല നിലയിൽ തന്നെ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് വഴിപ്പടി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗിക്ക് കൊടുത്ത ഇളവുകളാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞിരുന്നിട്ട് നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആകെ ആഴ്ചയിൽ നമുക്ക് കിട്ടുന്ന ഒരു അരമണിക്കൂർ 20 മിനിറ്റ് ഉള്ളൂ. ആ 20 മിനിറ്റെങ്കിലും നമ്മൾ ദീൻ പഠിക്കാൻ വേണ്ടി ഒരു ആവേശത്തോടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. ജുമാ ഖുതുബ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തൊള്ളയിൽ വന്നത് പറഞ്ഞ് പ്രസംഗിച്ച പോലെയല്ല. ആഴ്ചയിൽ ഒരു ദിവസം അള്ളാന്റെ ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്. മറ്റുള്ള ഓരോ ദിവസങ്ങളും നമ്മൾ തിരക്കിലാണ്. ഒരു ദിവസത്തിൽ അരമണിക്കൂർ പോലും നമുക്ക് പഠിക്കാൻ വേണ്ടി ദീൻ പഠിക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് സമയമില്ല. അത്രമാത്രം ദുനിയാവിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ ഒരു 20 മിനിറ്റെങ്കിലും നന്നായി നമ്മൾ ശ്രദ്ധിക്കാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ യഖീൻ വരുന്നത് വരേക്കും നിങ്ങൾ അല്ലാഹുവിന്റെ ഇബാദത്തിൽ, ആ മരണം വരുന്നത് വരേക്കും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ആ മരണം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് ജീവിതത്തിൽ ആവശ്യമാണ്. മരണത്തോടു കൂടി സർട്ടിഫിക്കറ്റ് പിന്നെ കീറിക്കളയാ, അത് വേറെ പിന്നെ അതുകൊണ്ട് ഒരു പണിയൊന്നുമില്ല. വലിയ എത്ര PhD ഉണ്ടെന്നുകൊണ്ട് കാര്യമില്ല. ആ മരണത്തോടു കൂടി പിന്നെ എന്റെ ഫോട്ടോ മാറ്റി വേറെ ഫോട്ടോ ഒട്ടിച്ചാൽ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും ഒരു വാല്യൂ ഇല്ല. അത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സർട്ടിഫിക്കറ്റ് കീറിട്ട് അങ്ങോട്ട് കളയാൻ കത്തിക്കാൻ ഇത്രേ ഉള്ളൂ. ഇത് ദുനിയാവിന്റെ പഠിപ്പാണ്. ദീനിന്റെ പഠിപ്പ് അതല്ല. ഒരു കാര്യം മനസ്സിലാക്കി നമുക്ക് ഖബറിലേക്ക് നമുക്കത് ആവശ്യമായി വരും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികൾക്ക് കൊടുത്തിട്ടുള്ള ഇളവുകളാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യാത്രക്കാരന് നൽകിയിട്ടുള്ള ഇളവാണ് നിസ്കാരം ചുരുക്കുക എന്നുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നിസ്കാരത്തെ ചുരുക്കി നിസ്കരിക്കുക എന്നുള്ളത്. ഇപ്പൊ യാത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ യാത്ര പോലെയല്ല പണ്ട് കാലത്തെ യാത്ര. പണ്ട് കാലത്തെ യാത്ര എന്ന് പറഞ്ഞാല്, പ്രത്യേകിച്ചും സൗദി അറേബ്യയിലെ യാത്ര എന്ന് പറഞ്ഞാല് ഏത് സമയം വേണമെങ്കിലും പൊടിക്കാറ്റ് വരും. ആകുള്ളത് ഒട്ടകം അല്ലെങ്കിൽ കുതിരയാണ്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തോ ഉറപ്പില്ല, ഏത് സമയങ്ങളിൽ മരണപ്പെടാം. അത്രക്കും പ്രയാസപ്പെട്ടതാണ് യാത്ര എന്നുള്ളത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്. യാത്ര എന്ന് പറഞ്ഞാൽ ഒരു തരം ശിക്ഷയാണ്. ദുനിയാവിൽ ഒരു തരം ശിക്ഷയാണ് യാത്ര എന്ന് പറഞ്ഞാൽ. യബ്തഉ അഹദകും തആമഹു വശറാബഹു വനൗമഹു. യാത്രയാകുമ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ളത് പോലെയല്ല, ഉറക്കം കൃത്യമാണെന്നില്ല.
ഭക്ഷണം കൃത്യമാണെന്നില്ല. ചിലപ്പോൾ ഭക്ഷണം തന്നെ ചില ആളുകൾ പുറത്തുപോയി കഴിക്കില്ല. അപ്പൊ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ വെള്ളം കൂടി ഇതൊന്നും കൃത്യമായി നടക്കണമെന്നില്ല. അപ്പൊ അതൊരു തരത്തിലുള്ള ശിക്ഷയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫൈദാ ഖലാ നഹ്മതഹു ഫലിയുഅജ്ജിൽ ഇലാ അഹ്ലിഹി. യാത്ര കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് പോയി പിന്നെ തെറ്റിതിരിഞ്ഞ് നടക്കരുത്. യാത്ര ലക്ഷ്യം അവസാനിച്ചോ പിന്നെ നേരെ വീട്ടിലേക്ക് പോകാന്നുള്ളതാണ്. അപ്പൊ യാത്ര എന്ന് പറഞ്ഞാല് ഒരു ഇടങ്ങേറ് പിടിച്ചൊരു പ്രയാസപ്പെടുന്ന കാര്യമാണ്. ആ നിലവിൽ തന്നെ പ്രയാസമുണ്ട്. ആ പ്രയാസത്തിന് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസം നമുക്ക് നൽകിയിട്ടില്ല. ആ പ്രയാസത്തിന്റെ പുറമെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഇളവുകളാണ്. അതിലൊന്നാണ് നിസ്കാരത്തെ ചുരുക്കാനുള്ള അനുമതി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ നിസ്കാരത്തെ എങ്ങനെ ചുരുക്കാൻ പറ്റുമോ? ആകെ നിസ്കാരത്തെ ചുരുക്കാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്കല്ല നിസ്കാരം ചുരുക്കാൻ പറ്റൂല. ഇത് മുത്തലക്കായിട്ട് വന്നൊരു വിഷയം, നിരുപാധികം പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ്. യാത്രക്കാർക്കല്ലാതെ അത് ചുരുക്കാൻ പറ്റില്ല. അപ്പൊ 4 റക്അത്തുള്ള നിസ്കാരം യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാത്ര ആകെ ഇടങ്ങേറ് പിടിച്ചാണ് യാത്ര. അതിന് പുറമെ ഇനിയിപ്പോ 4 നിസ്കരിക്കണ്ടേ? വേണ്ട, 2 നിസ്കരിച്ചാണ്. അപ്പൊ ഇതിനുള്ള തെളിവെന്താണ്? വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞു വൈദാ മറബതും ഫിൽ അർദി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സ്വലാത്തി ഇൻ ഖിഫ്തും അൻ യഫ്തിനകും അല്ലദീന കഫറു. നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയമായി കഴിഞ്ഞാൽ നിസ്കാരം എന്ത് ചെയ്യാം? ചുരുക്കാം. ഒരു നിബന്ധന അവിടെ ഖുർആൻ വെച്ചു. അഥവാ അവിശ്വാസികളുടെ അക്രമങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിസ്കാരം ചുരുക്കാം. അപ്പോ നിസ്കാരം ചുരുക്കണമെങ്കിൽ ഖുർആൻ കണ്ടീഷൻ വെച്ചു. എന്ത്? നിങ്ങൾ ഭയപ്പാടുണ്ടെങ്കിൽ മാത്രമേ ചുരുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഭയപ്പാടുണ്ടെങ്കിലും ഭയപ്പാടില്ലെങ്കിലും നിസ്കാരം ചുരുക്കാം ഒരു യാത്രക്കാരനാണെങ്കിൽ എന്നുള്ളത് ഹദീസ് കൊണ്ട് വ്യക്തമാകുന്ന ഒരു വിഷയമാണ്. അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കുന്ന ഒരു വിഷയം, ഹദീസ് ഇല്ലെങ്കിൽ ഖുർആൻ വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ പല ആളുകളും പറയുന്ന ഹദീസിന്റെ ആവശ്യമൊന്നുമില്ല, അപ്പൊ ഖുർആൻ മാത്രം മതി, ഇപ്പൊ ഖുർആൻ ക്ലാസ് മാത്രം, ഹദീസ് ക്ലാസ് ഒന്നും വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ല, ഹദീസിൽ ഖുർആൻ വിശദീകരിക്കാൻ കഴിയില്ല. അപ്പോ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിസ്കാരം ചുരുക്കണമെങ്കിൽ അക്രമികള് ആക്രമിക്കും എന്നതാണെങ്കിൽ മാത്രം ചുരുക്കാൻ പറ്റുള്ളൂ എന്ന് പറയേണ്ടി വരും. ഖുർആൻ മാത്രം എടുക്കണമെന്നില്ല. ഹദീസിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് കൊടുത്തു. അതിൽ സഹാബികളെല്ലാം നിർഭയമായിരിക്കുന്ന അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, നബിയെ, ആർക്കാണ് ഖസർ ചെയ്യാൻ സാധിക്കുക? നിസ്കാരം ചുരുക്കാൻ പറ്റുന്ന ആരാണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖത്തുൻ, ഇത് ഒരു സ്വതക്കയാണ്, തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഒരു ദാനമാണെന്നാണ്. എന്ത്? നിസ്കാരത്തെ ചുരുക്കാന്നുള്ളത്. അതിനാൽ ഫഖബലു സ്വദഖതഹു, ആ ദാനത്തെ നിങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ റസൂലും സഹാബത്തൊക്കെ യാത്രയാണോ പേടിയുണ്ടെങ്കിലും അല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അവര് അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവാറുണ്ട്, അത് അന്നാ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ യാത്ര കുറച്ച് ഇടങ്ങേറ് പിടിച്ചതാണ്. ഇന്നിപ്പോ നമ്മള് സ്വന്തം AC കാറിലാണ് പോണത്. അപ്പൊ നമുക്ക് സൗകര്യം ഇന്ന പള്ളിയിൽ നിർത്താം, അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സൗകര്യത്തിൽ നിസ്കരിക്കാൻ ഒരുപാട് സമയമുണ്ട്, അതുകൊണ്ട് മുഴുവൻ നിസ്കരിക്കാന്നുള്ളത് അതൊരിക്കലും പാടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് വിരുദ്ധമാണത്. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി ചുരുക്കാൻ ഇസ്ലാം അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇളവ് എടുക്കലാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരാൾ എടുക്കുന്നില്ല എങ്കിൽ അത് സുന്നത്തിനോട് വിരുദ്ധമാണെന്നുള്ളതാണ്. അപ്പോ ഏറ്റവും അഫ്ദലായ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും തരപ്പെട്ട ഒരു കാര്യമാണെന്ന് എന്താണെന്ന് പറഞ്ഞാൽ, യാത്രയിൽ നമ്മള് യാത്രയിലാണ് എങ്കിൽ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇളവ് തന്നിട്ടുണ്ട്. ആ ഇളവ് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ആ ഇബാദത്തിനോട് നമ്മൾ കാണിക്കേണ്ട ഹക്ക് യഥാർത്ഥത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോ ഇളവുകൾ പരമാവധി നമ്മൾ സ്വീകരിച്ച് ഈ സുന്ദരമായ മതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് നമുക്ക് മരണം വരെ ഇത് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഓരോ ദിവസം ഓരോ പ്രയാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ഒരു സുപ്രഭാതത്തിൽ ഈ തീരിട്ട് നമ്മൾ പോകുന്നുള്ളതാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും നമ്മള് പ്രബോധകരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മറ്റുള്ള ആളുകൾക്ക് ദീനിന്റെ ഓരോ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരെ ഓടിപ്പിച്ച് കളയുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തരുത്. വളരെ
വളരെ ലളിതമായി സുന്ദരമായി നമ്മുടെ ദീൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇസ്ലാമിന്റെ ഓരോ വിധിവിലക്കുകളും അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കണം നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇടങ്ങാറാക്കി ഒരാളെ നമ്മൾ ഓടിപ്പിച്ച് കളയുന്നുള്ളതാണ്. ഇസ്ലാം എന്നുള്ള മതം ആ ഒരു നിലയിലാണ് വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യം നന്നായി പഠിക്കുവാൻ മനസ്സിലാക്കുവാനും അല്ലാഹു തൗഫീഖ്